കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ 2 പ്രധാനപ്പെട്ട വാർത്തകൾ വന്നു. രണ്ടും നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന്, ചൈനീസ് മുഖപത്രമായ ചൈനീസ് സർക്കാരിൻ്റെ സ്പോൺസർഷിപ്പിലുള്ള പത്രമായ ഗ്ലോബൽ ടൈംസിൻ്റെ ഒരു ലേഖനം ഭാരത് നരേറ്റീവും തലക്കെട്ടോടുകൂടി അവർ എഴുതിയിരുന്നു. ഇന്ത്യയുടെ നയതന്ത്രം മികച്ചതാണെന്നും ലോകത്തിൽ ഇന്ത്യ ഒരു വൻശക്തിയായി ഉയരുകയാണെന്നും അവർ അതിൽ അടിവരയിട്ട് പറഞ്ഞിരുന്നു. അത് വലിയ വാർത്തയായി, ചർച്ചയായി. ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ അത് നൽകുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെയാണ് നമ്മളുടെ അയൽരാജ്യമായ മാലിദ്വീപ്സ്, അവിടെ നിന്നുള്ള ഉപപ്രധാനമന്ത്രി മറ്റൊരു മന്ത്രിയും നമ്മുടെ പ്രധാനമന്ത്രി ലക്ഷദ്വീപിൽ പോയതിനെ വിമർശിച്ചുകൊണ്ട് മോശമായ പദപ്രയോഗങ്ങളോട് വംശീയ അധിക്ഷേപം നടത്തി. തൊട്ടു പിന്നാലെ നമ്മളുടെ രാജ്യമാദ്യം ഔദ്യോഗികമായി പ്രതികരിക്കാൻ പോയില്ലെങ്കിലും ജനങ്ങൾ പ്രതികരിച്ചു, വലിയ രീതിയിൽ പ്രതികരിച്ചു. ടൂറിസം കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ആ കൊച്ചു രാജ്യത്തിൻ്റെ പ്രധാന ടൂറിസ്റ്റുകളും ടൂറിസ്റ്റ് വരുമാനവും ഇന്ത്യയും ഇന്ത്യക്കാരുമാണ്. ഇതാദ്യമായിട്ടല്ല രാജ്യങ്ങൾ നരേന്ദ്രമോദിക്ക് മുമ്പിൽ കുമ്പിട്ട് നിൽക്കേണ്ട സ്ഥിതി വരുന്നത്. നമുക്കറിയാം, തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗൻ, അദ്ദേഹത്തിന് ലോകത്തെ എല്ലാ മുസ്ലിങ്ങളുടെ നേതാവാകണമെന്നുള്ള ആഗ്രഹം തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ആ വ്യക്തി അടിക്കടി ഇന്ത്യക്കെതിരെ മുമ്പും വിഷം തുപ്പിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വിഷം തുപ്പിയത് കാശ്മീർ വിഷയത്തിലായിരുന്നു. ഇന്ത്യ പ്രതികരിക്കാൻ പോയില്ല. ഇന്ത്യ പറഞ്ഞത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നോക്കാൻ അറിയാം, മറ്റുള്ളവർ ഇതിലിടപെടേണ്ട ആവശ്യമില്ല എന്നാണ്. പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ടായിരുന്നു എർദോഗൻ എത്തിയത്. അതിനുശേഷം പ്രകൃതി ദുരന്തം, ഈ ഭൂമികുലുക്കം, അതിൽ തുർക്കിയുടെ ഒരു വലിയ ഭാഗം തകർന്നുപോയി. അവിടെ മരുന്നും ആളുമായി എത്തിയത് ഇന്ത്യയായിരുന്നു. ഇന്ത്യ മാത്രമായിരുന്നു എന്ന് പറയേണ്ടി വരും. കാരണം മറ്റു രാജ്യങ്ങൾ പലതും മടിച്ചു നിന്നു. ഇന്ത്യയായിരുന്നു വലിയ രീതിയിലുള്ള ആളും അർത്ഥവും നൽകി തുർക്കിയെ സഹായിച്ചത്. അതോടുകൂടി എർദോഗൻ മോദിയുടെ ഒരു ആരാധകനായി മാറി. പിന്നീട് മോശമായ പ്രസ്താവനകളൊന്നും തുർക്കിയിൽ നിന്നോ എർദോഗൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായില്ല. എന്തിനേറെ പറയുന്നു, വളരെ കൗതുകകരമായ കാര്യം, ഭീകരവാദത്തെ പെറ്റു വളർത്തിയ നാടായ തുർക്കിയിൽ അത് അനുവദിക്കാൻ കഴിയില്ല എന്നവരെ എർദോഗൻ പറയുന്നൊരു സാഹചര്യമുണ്ടായി. അതിനു മുമ്പ് 2019 മലേഷ്യ, നമ്മുടെ രാജ്യം പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കിയപ്പോൾ മലേഷ്യൻ പ്രധാനമന്ത്രിയായിരുന്ന മഹാതിർ മുഹമ്മദ് ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നു. അതായത് നമ്മുടെ രാജ്യത്തെ ആഭ്യന്തര പ്രശ്നമാണ് പൗരത്വ ഭേദഗതി കൊണ്ടുവരികയോ കൊണ്ടുവരാതിരിക്കുകയോ ഒക്കെ. അതിൽ മലേഷ്യ കയറി ഇടപെട്ടിട്ട് പറഞ്ഞു, അത് ശരിയല്ല, അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ഇന്ത്യ മലേഷ്യയിൽ നിന്നുള്ള പാമോയിൽ ഇറക്കുമതി നിർത്തിവെച്ചു. ചെറിയ രീതിയിലല്ല മലേഷ്യയിൽ നിന്ന് ഇന്ത്യ പാമോയിൽ വാങ്ങുന്നത്. 4.4 ദശലക്ഷം ടണ്ണാണ് നമ്മൾ മലേഷ്യയിൽ നിന്ന് വാങ്ങുന്ന പാമോയിൽ. പകരം അതുകൊണ്ട് കോളടിച്ചത് ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യയും മലേഷ്യയും ഒക്കെയാണ് നമ്മൾ പാമോയിലിനായിട്ട് കൂടുതൽ ആശ്രയിക്കുന്നത്. ഇന്തോനേഷ്യയ്ക്ക് ആ കച്ചവടം കൂടെ കിട്ടി. ലോഡ് ചെയ്ത കപ്പൽ പോലും മലേഷ്യയ്ക്ക് ആ തുറമുഖത്ത് നിന്ന് അനക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇന്ത്യ സൃഷ്ടിച്ചു. പിന്നീട് മലേഷ്യ വളയുന്നത് മാത്രമല്ല നാം കണ്ടത്, മുട്ടിലിഴയുന്ന കാഴ്ചയാണ്. ഇന്ത്യയുമായി കോംപ്രമൈസിന് വന്നു, ചർച്ചകൾ നടത്തി, മാപ്പ് പറഞ്ഞു. അതിനേക്കാൾ ഉപരി അവർ ഇന്ത്യയോട് പറഞ്ഞത്, നിങ്ങളുടെ പഞ്ചസാര ഞങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ട്, ഒപ്പം തന്നെ നിങ്ങളുടെ ഈ ഇറച്ചി വിഭവങ്ങളും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, അത് രണ്ടും ഞങ്ങൾ കൂടുതൽ എടുത്തുകൊള്ളാം എന്നാണ് പറഞ്ഞത്. അതായത് ഇന്ത്യയെ വിറപ്പിക്കാൻ വന്നവർ ഒടുവിൽ ഇന്ത്യയിൽ നിന്നും സാധനം വാങ്ങി മാപ്പും പറഞ്ഞു പോകുന്ന കാഴ്ച മലേഷ്യയിൽ കണ്ടു. തുർക്കി ഇപ്പോൾ മിണ്ടാട്ടം മുട്ടി നിൽക്കുന്നു, നരേന്ദ്രമോദി ഏറ്റവും സുഹൃത്തായി നിൽക്കുന്നു. ഇപ്പോൾ ഇതാ അവസാനം വന്നിരിക്കുന്നു മാലിയുടെ സർക്കാരും ഭരണാധികാരികളും 24 മണിക്കൂർ തികയും മുമ്പേ അപകടം തിരിച്ചറിഞ്ഞു. 26% ടൂറിസത്തിൽ നിന്നുള്ള വരുമാനം ഈ മാലിയിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മാലി മുൻപോട്ട് പോകുന്നത്. ഒരു ടൂറിസ്റ്റ് ഹബ്ബാണ്, ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണത്. അതിലെ 16%, 26-ലെ 16% ഇന്ത്യക്കാരാണ് അവിടെ ടൂർ പോകുന്നതും പണം മുടക്കുന്നതും മറ്റല്ല. അവർ പോകുന്നില്ല എന്ന് വരുമ്പോൾ സ്വാഭാവികമായി മാലിയുടെ സാമ്പത്തിക നട്ടെല്ല് തകരും. നമുക്കറിയാം, ഭീകര സംഘടനകൾ മാലി പിടിച്ചെടുക്കാൻ പോയപ്പോൾ ഇന്ത്യയുടെ 4 ഫൈറ്റർ ജെറ്റുകൾ ആകാശത്ത് വട്ടമിട്ട് പറക്കുകയും ആ ഭീകരന്മാരെ ഓടിച്ചുകൊണ്ടും ആ മാലിയുടെ ഭരണത്തെ തിരിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്തൊരു കാലമുണ്ടായിരുന്നു. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചരിത്രമുണ്ട്. അങ്ങനെ ഇന്ത്യയുമായി അടുത്ത ഇടപഴകി നിൽക്കുന്ന ഒരു രാജ്യം. ഇപ്പോഴവിടെ കയറിയിരിക്കുന്ന പുതിയ ഭരണാധികാരിക്ക് കൂറ് ചൈനയോടാണ്. പക്ഷേ ചൈനയുമായി കൂടുതൽ അടുക്കുന്ന അപകടം ചെയ്യുമെന്ന് അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതിനിടയിലാണ് 2 മന്ത്രിമാരുടെ ഈ പ്രകോപനപരമായ പ്രസ്താവനകൾ. അവരെ പ്രകോപിപ്പിച്ച സംഭവം മറ്റൊന്നുമല്ല, ലക്ഷദ്വീപ്, മാലിദ്വീപ് പോലെ മനോഹരമായ
ആ ലക്ഷദ്വീപിലേക്ക് നരേന്ദ്രമോദി എത്തുന്നു. നരേന്ദ്രമോദി എന്നൊരു ആഗോള ബ്രാൻഡാണ്. അദ്ദേഹം എവിടെ എത്തുന്നു ആ സ്ഥലം ഒരു ബ്രാൻഡ് ആയി മാറുകയാണ്, അല്ലെങ്കിൽ ആ സ്ഥലം വളരെ പോപ്പുലറായി മാറുന്നൊരു കാഴ്ചയാണ്. അങ്ങനെ അദ്ദേഹം ഈ ലക്ഷദ്വീപിലെത്തുന്നു, അനവധി ചിത്രങ്ങളും വീഡിയോയും പോസ്റ്റ് ചെയ്യുന്നു, അത് പെട്ടെന്ന് വൈറലാകുന്നു. ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി ലക്ഷദ്വീപ് വളരുകയാണ്. അങ്ങനെ ലക്ഷദ്വീപ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി വളരുമ്പോൾ അതിൻ്റെ പരിണത ഫലം എന്ന് പറയുന്നത് ഈ പറയുന്ന മാലിയിലേക്ക് ടൂറിസ്റ്റുകൾ പോകാതാകും. കാരണം അതിനേക്കാൾ കൂടുതൽ ഫെസിലിറ്റിയും സുരക്ഷയും, മാലിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം അവിടെ സുരക്ഷയില്ലായ്മ തന്നെയാണ്. ഏത് സമയവും ഭീകരാക്രമണം ഉണ്ടാകും. അങ്ങനെ സുരക്ഷയും അതിനേക്കാൾ കൂടുതൽ ഫെസിലിറ്റികളും ഉള്ള ഒരു സ്ഥലമായി ലക്ഷദ്വീപ് മാറുമ്പോൾ അതിൻ്റെ നേട്ടം ഇന്ത്യക്ക് തന്നെയാണ്. അവിടെ ഈ മാലിയിലെ മന്ത്രിമാർ പറഞ്ഞതിന് തൊട്ടു പിന്നാലെ കേന്ദ്രം പ്രഖ്യാപിച്ചു വിമാനത്താവളം ലക്ഷദ്വീപിൽ, ഉടൻ വിമാനത്താവളം വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റർനാഷണൽ തലത്തിൽ നിന്ന് അനവധി ടൂറിസ്റ്റുകൾക്ക് എളുപ്പത്തിൽ ലക്ഷദ്വീപിൽ എത്താൻ കഴിയും. അത് ലക്ഷദ്വീപിൻ്റെ വികസനം മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ വികസനം കൂടിയായി മാറും. ഇതോടുകൂടി മാലി പട്ടിണിയിലേക്ക് പോകുന്നൊരു സാഹചര്യം വരും, സാമ്പത്തിക അടിത്തറ തകരും. ഇന്നിപ്പോൾ ശ്രീലങ്കയൊക്കെ പിടിച്ചു നിൽക്കുന്നതന്നെ ടൂറിസം കൊണ്ടാണ്. അപ്പോൾ ഈ ടൂറിസം മേഖല തകർന്നു കഴിഞ്ഞാൽ എല്ലാം തീരും. അതിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ മാലിയിലേക്ക് പോകുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. പലപ്പോഴും ഈ മാലിയെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നത് നമ്മുടെ ഇവിടെയുള്ള സിനിമാ താരങ്ങൾ അവിടെ പോയി ഫോട്ടോ എടുത്ത് അവരുടെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിലുമൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ്. അങ്ങനെ ഒരു രാജ്യമാണ് ഇന്നലെ വെല്ലുവിളിച്ചത്. അറിവില്ലായ്മയായിരിക്കാം, പരിചയക്കുറവായിരിക്കാം, ഏതായാലും മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. മാപ്പിൽ ഒതുങ്ങുമോ എന്ന് കണ്ടറിയണം. കാരണം ഇന്ന് ഈ മാലിയുടെ ഹൈക്കമ്മീഷനെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തിയിട്ടുണ്ട്. തുടർ നടപടികൾ എന്താണെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും മാലിക്ക് ഇന്ത്യയെ ആശ്രയിക്കാതെ മുൻപോട്ട് പോകാതിരിക്കാൻ കഴിയില്ല. ഇന്ത്യക്കാവട്ടെ മാലിയെ ആശ്രയിക്കാതെ മുൻപോട്ട് പോകാൻ കഴിയും. പക്ഷേ ഈ അയൽരാജ്യമെന്ന നിലയിലും ചൈനയുമായുള്ള സൗഹൃദത്തിൻ്റെ നിലയിലും മാലിയെ അധികം പിണക്കാനും കഴിയില്ല. കാരണം ചൈന ഈ മാലിയുമായിട്ട് അടുക്കുന്നത് മറ്റൊന്നിനുമല്ല, ഒരു സൈനിക താവളം ലക്ഷ്യമിട്ട് തന്നെയാണ്. ശ്രീലങ്കയിൽ അവരുടെ ആഗ്രഹം കുറച്ചൊക്കെ സാധിക്കുകയും ചെയ്തു. ഏതായാലും ഈ കഴിഞ്ഞ കുറേ നാളായി നരേന്ദ്രന് മുമ്പിൽ നട്ടെല്ല് വളയുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. ഇത് തന്നെയാണ് ന്യൂസിൻ്റെ വളർത്തുന്ന പോയിൻ്റ്. നന്ദി, നമസ്കാരം.